അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരീ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യരായ നാം, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ, എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്നതിനെ പറ്റിയുള്ള അന്വേഷണത്തിലാണ് നാം. കഴിഞ്ഞ ക്ലാസ്സിൽ ചില കാര്യങ്ങൾ നാം സൂചിപ്പിച്ചു. ആ ക്ലാസ്സിൽ നാം അവസാനിപ്പിച്ചു വെച്ച ആയത്ത് സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ വചനം ആണ് നാം സൂചിപ്പിച്ചു വെച്ചത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഞാൻ ജിന്നുകളെയും മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂനി, എനിക്ക് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി അല്ലാതെ, എനിക്കുള്ള ഇബാദത്ത് നിർവഹിക്കുവാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനെയും ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രത്യേകം മനുഷ്യരോട് ഉണർത്തുകയാണ്. അപ്പോൾ അവൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടുള്ളതായിരിക്കണം. ഇങ്ങനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്കിൽ എന്താണ് ഇബാദത്ത് എന്ന് നാം ഗ്രഹിക്കണം, കൃത്യമായത് ബോധ്യപ്പെടണം. ഇബാദത്ത് എന്ന പദത്തിന് കൃത്യമായ ഒരു അർത്ഥമോ അല്ലെങ്കിൽ ഒരു പര്യായമോ നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് അത് ഇങ്ങനെ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കും. ഒരു സൃഷ്ടാവിനോട് കാണിക്കേണ്ട എല്ലാ ഇടപാടുകളും ഇബാദത്താണ്. ഒരു സൃഷ്ടാവുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടിയുള്ള എല്ലാ വാക്ക് വിചാര കർമ്മങ്ങളും ഇബാദത്താണ്. സ്രഷ്ടാവുമായുള്ള ബന്ധം പുലർത്തൽ, സ്രഷ്ടാവിനുള്ള ഈ ഇടപാട് നിർവഹിക്കുന്ന എല്ലാ വാക്ക് വിചാര കർമ്മങ്ങളും, ഇതാണ് ഇബാദത്ത് എന്നതുകൊണ്ട് അതിൻ്റെ ഉദ്ദേശ്യം. ഈ ഒരു ഉദ്ദേശത്തിന് തന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും നിലനിൽക്കുന്നതും. അവയെല്ലാം ഈ സൃഷ്ടാവിനുള്ള ഇടപാട് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ ആ കാര്യം സൂറത്ത് ഇസ്രായിലെ 17-ാമത്തെ അധ്യായം 44-ാമത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നു. തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബഉ, 7 ആകാശങ്ങളും അവന് തസ്ബീഹ് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വൽ അർളു, ഭൂമിയും അവന് തസ്ബീഹ് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വമൻ ഫീഹിന്ന, അവയുള്ള സർവ്വതും അവന് തസ്ബീഹുകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അവനെ സ്തുതി കീർത്തനങ്ങൾ നടത്താത്ത ഒന്നും തന്നെ ഇല്ല. അവന് തസ്ബീഹും ഹംദും ചെയ്യാത്ത ഒരു ചെറിയ വസ്തു പോലുമില്ല. വഇൻ മിൻ ഷൈഇൻ, ഒന്നുമില്ല അവന് തസ്ബീഹ് അർപ്പിക്കാത്ത, ഹംദ് അർപ്പിക്കാത്ത. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, പക്ഷേ അവരുടെ തസ്ബീഹ് എന്താണ് എന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ട് എന്നത് ഫീൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. അതുണ്ടെന്ന് ആ സൃഷ്ടിലോകത്തെ കാണുമ്പോൾ അവ അള്ളാഹുവിന് വഴിപ്പെട്ട് നിൽക്കുകയാണ് എന്ന്, അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ ശ്രദ്ധ വേണ്ടേ, ശുദ്ധ ഹൃദയത്തോടു കൂടെ നിരീക്ഷിക്കണം. അപ്പോൾ മാത്രമേ അത് നമുക്ക് കണ്ടെത്താൻ സാധിക്കൂ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹജ്ജിലൂടെ നമ്മെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. സൂറത്ത് ഹജ്ജ് 22-ാമത്തെ അധ്യായത്തിലൂടെ 18-ാമത്തെ വചനം സൂചിപ്പിക്കുകയാണ്. അലം തറ, നീ കണ്ടോ, നീ കാണുന്നില്ലേ, അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള്, ആകാശങ്ങളിലുള്ളവയെല്ലാം ഭൂമിയിലുള്ളവയെല്ലാം അള്ളാഹുവിന് സുജൂദ് അർപ്പിക്കുന്നത്, അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടെ സുജൂദിൽ കിടക്കുന്നത് നീ കണ്ടിട്ടില്ലേ? എന്നിട്ട് എണ്ണി പറയുന്നു, വശംസു വൽ ഖമറു വൻ നുജൂമു, സൂര്യൻ അങ്ങനെയാണ്, അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടാണ്. വൽ ഖമറു, ചന്ദ്രൻ, വൻ നുജൂമു, നക്ഷത്രങ്ങൾ, അവയെല്ലാം അള്ളാഹുവിന് സുജൂദ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞില്ല, വൽ ജിബാലു വശജറു വദ്ദവാബു, മരങ്ങളും സസ്യലതാദികളും, അതേപോലെ തന്നെ എല്ലാ മൃഗങ്ങളും, വദ്ദവാബു,
ജിബാലു പർവ്വതങ്ങളും എല്ലാം അള്ളാഹുവിന് സുജൂദ് അർപ്പിക്കുന്നത് നീ കണ്ടില്ലേ? വകസീറും മിനന്നാസ്, ജനങ്ങളിലും കുറേ ആളുകൾ ഇത് ബോധ്യപ്പെട്ട് സുജൂദിൽ വീഴുന്നവരുണ്ട്. വകസീറുൻ ഹഖ്ഖ അലൈഹിമുൽ അദാബു, എന്നാൽ ബഹുഭൂരിഭാഗത്തിനും ശിക്ഷ, അവന്റെ ശിക്ഷക്കർഹമായ അവസ്ഥയിൽ ഇതൊന്നും അറിയാതെ ജീവിക്കുന്നവരുമാണ്, സുജൂദർപ്പിക്കാതെ ജീവിക്കുന്നവരുമാണ്. മനുഷ്യനെ മാത്രമാണ് വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നത്. പ്രിയ സഹോദരന്മാരെ, ഈ പ്രപഞ്ചമാസകലം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ദൗത്യം തന്നെയാണ് മനുഷ്യനും നിർവഹിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യരോട് മാത്രം ഇങ്ങനൊരു പ്രസ്താവന? അപ്പോൾ മഖലഖ്തുൽ ജിന്ന വൽ ഇൻസ, ജിന്നുകളോട് മനുഷ്യരോട് മാത്രം. ജിന്നുകളുടെ വിഷയം അവർ നോക്കട്ടെ. മനുഷ്യരായ നമ്മോട് ഇങ്ങനെ ഒരു പ്രത്യേക പ്രസ്താവന നടത്തേണ്ടതിൻ്റെ താല്പര്യം എന്തായിരിക്കും? അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പ്രത്യേകം ആദരിച്ച ഒരു സൃഷ്ടിയാണ്. അള്ളാഹു മറ്റുള്ള ഒരു സൃഷ്ടിക്കും നൽകാത്ത പ്രത്യേകമായ ഒരു സംഗതി, ഒരു അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അതെന്താണ്? സ്വാതന്ത്ര്യമെന്ന മഹാ അത്ഭുതം, സ്വാതന്ത്ര്യമെന്ന മഹാ അനുഗ്രഹം. ആ സ്വാതന്ത്ര്യമാണ് മനുഷ്യനെന്ന് ലോകത്ത് വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചം തന്നെ അവന് സഖറലക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. ആ സൗകര്യപ്പെടുത്തിയതിൻ്റെ ഉപയോഗപ്പെടുത്തുവാനും ഉപകാരപ്പെടുത്തുവാനും അള്ളാഹു സൗകര്യം ചെയ്യുന്നതിൻ്റെ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് കാണപ്പെടുന്ന ഈ സർവ്വ പുരോഗതിയും ഇന്ന് മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്നത്. പ്രിയ സഹോദരന്മാരെ, ഈ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് മനുഷ്യനോടും ഈ പ്രസ്താവന അള്ളാഹു മനുഷ്യനോട് പ്രത്യേകമായി ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി എത്ര പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചു, എത്ര വേദങ്ങൾ അവതരിപ്പിച്ചു. ഈ പ്രപഞ്ചത്തിൽ എത്ര അടയാളങ്ങൾ അതിനുള്ള അടയാളങ്ങൾ അള്ളാഹു കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. എത്ര ദൃഷ്ടാന്തങ്ങൾ. കമ്മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിൽ എത്ര ആയാത്തുകൾ, ഭൂമിയിൽ എത്ര ആയാത്തുകൾ. ഇതൊക്കെ കണ്ടറിയാൻ, ബോധ്യപ്പെടാൻ, എന്നിട്ട് അവന് കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാതും ഹൃദയവും നൽകി. അതൊക്കെ അറിയാനുള്ള എല്ലാവിധ ഡിവൈസുകളും സൗകര്യങ്ങളും അവരുണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ നിർബന്ധിക്കുകയല്ല ചെയ്യുന്നത്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഇതിൽ നിർബന്ധമില്ല. നിങ്ങൾ സ്വമേധയാ സന്തോഷത്തോടുകൂടെ ഏറ്റെടുക്കാൻ നിങ്ങൾക്കുള്ള എല്ലാ സൗകര്യവും സാഹചര്യങ്ങളും അറിവും അതിനുള്ള സാഹചര്യങ്ങളും നൽകിയിരിക്കുന്നു. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സന്തോഷത്തോടുകൂടെ സ്വമേധയാ ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്നോട് ആരാധിക്കുന്ന, എനിക്ക് ഇബാദത്ത് ചെയ്യുന്ന ഒരു സൃഷ്ടി വിഭാഗം ഉണ്ടാകണം എന്ന ആഗ്രഹത്തിന്റെ പേരിലാണ് മനുഷ്യനെ അള്ളാഹു ഈ സ്വാതന്ത്ര്യം നൽകി സൃഷ്ടിച്ചത്. ഈ സ്വാതന്ത്ര്യം അള്ളാഹു ഒരിക്കലും എടുത്തു കളയില്ല. പക്ഷെ അവൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നഅ്തി ബിഖൈരിൻ മിൻകും, നിങ്ങളെക്കാൾ ഉത്തമരായ ആളുകളെ കൊണ്ടുവരാൻ അവന് കഴിയും. എന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര ദുരുപയോഗം ചെയ്യുന്നവനാണെങ്കിലും ഈ സ്വാതന്ത്ര്യത്തെ അവൻ എടുത്തു കളഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞത് വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തു സുമറിലൂടെ വിശദീകരിക്കുന്നു. 7-ാമത്തെ വചനം, ഇൻ തക്ഫുറൂ, നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ, മനുഷ്യരെ നിങ്ങൾ ഇതൊക്കെ നൽകിയിട്ടും നന്ദികേട് കാണിക്കുകയാണെങ്കിൽ, ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, നിങ്ങളൊരു നന്ദി കിട്ടേണ്ടവനായി യാചിക്കുന്നവനല്ല റബ്ബ്. അവൻ ഐശ്വര്യവാനാണ്, അതിനാവശ്യമില്ലാത്തവനാണ്, സ്വയം പര്യാപ്തനാണ് അവൻ. നിങ്ങളുടെ ഒരു നന്ദി കിട്ടിയിട്ട് വേണം അവൻ്റെ പ്രശസ്തിക്ക് എന്നതിന് വേണ്ടിയല്ല, അവനൊരു പ്രശസ്തി കിട്ടാൻ വേണ്ടിയല്ല നിങ്ങളോട് നന്ദി ആവശ്യപ്പെടുന്നത്. നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിന് അത് ആവശ്യമില്ലാത്തവനാണ്. അവന്റെ നിലനിൽപ്പിന് അത് ആവശ്യമില്ല. എന്നാൽ അവന്റെ പ്രിയപ്പെട്ട അടിമകൾ നന്ദികേട് കാണിക്കുന്നത് അവന് ഇഷ്ടമല്ല, അവൻ തൃപ്തിപ്പെടുന്നില്ല. വലഞ്ഞേർന്ന അവൻ ഇഷ്ടമല്ല കേട്ടോ എന്ന് അവനെ ഉപദേശിക്കുകയാണ്. വൈൻ തഷ്കുറു, ഇനി നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ യർദഹുലക്കും, അതാണ് നിങ്ങളിൽ നിന്ന് അള്ളാഹു തൃപ്തിപ്പെടുന്നത്. അവന്റെ തൃപ്തിപ്പെട്ട അടിമകളാകണമെങ്കിൽ അവനോട് നന്ദി കാണിക്കുന്നവനാകണം. അതാണ് യർദഹുലക്കും, അതാണ് നിങ്ങളിൽ നിന്ന് അള്ളാഹു തൃപ്തിപ്പെടുന്നത് എന്ന സ്വാതന്ത്ര്യം നൽകപ്പെട്ട മനുഷ്യനോട് നൽകുന്ന
എത്ര നല്ല ഒരു ഉപദേശമാണ് പ്രിയ സഹോദരന്മാരെ ഈ നൽകുന്നത്. ആ ഇബാദത്തിനെ എങ്ങനെയാണ് നാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാം ഇബാദത്ത് ചെയ്യുന്നു, തൗ അൻവക്കർഹൻ, സ്വമേധയാ ചെയ്യുന്നവരും നിർബന്ധിതമായ അവസ്ഥയിൽ ചെയ്യുന്നവയുമായ ഈ പ്രപഞ്ചത്തിൽ മുഴുവനും അള്ളാഹുവിന് ഇബാദത്ത് അനുസരണം കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. എന്നാൽ മനുഷ്യന്റെ ഇബാദത്ത് അവൻ നിർവഹിക്കുന്നത് ഇതെല്ലാം നൽകിയിട്ട് അവന്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഇബാദത്തിന് വേണ്ടിയുള്ള നൃത്തം എങ്ങനെയാണ് എന്ന് നാം ഓരോരുത്തരും ഒന്ന് പരിശോധിക്കണം. മടിച്ച് അതേപോലെ തന്നെ മടിച്ച് അലസരായി ഉറക്കം തൂങ്ങി വളരെ പെട്ടെന്ന് നിർവഹിക്കുവാൻ, നമ്മുടെ ഭൗതികമായി എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി അള്ളാഹ്ക്ക് ഒന്ന് ചെയ്തു കൊടുക്കേണ്ടതുണ്ടല്ലോ, അതും കൂടി അങ്ങ് ചെയ്തു കൊടുക്കാം. അത് വളരെ പെട്ടെന്ന് ഹൃദയ സാന്നിധ്യമില്ലാതെ എങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്കേണ്ട ഒന്നാണോ ഇബാദത്ത് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിയ സഹോദരന്മാരെ, എന്താണ് അവൻ ഉദ്ദേശിക്കുന്നത്? അവനുള്ള ഇബാദത്തിലൂടെ അവനെ സ്മരിക്കുക എന്ന മഹത്തായ കാര്യമാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ സ്മരണയില്ലാത്ത സുജൂദുകൾ, ആ സ്മരണയില്ലാത്ത റുകൂകൾ, നൃത്തങ്ങൾ, നിസ്കാരം, നോമ്പ് തുടങ്ങിയവ കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ആണോ നമ്മുടെയൊക്കെ ഇബാദത്ത്? നന്നായി ഒന്ന് പരിശോധിക്കണം, നന്നായി നിരീക്ഷിക്കണം നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെയാണെന്ന്. എത്ര പെട്ടെന്നാണ് നമ്മുടെ അള്ളാഹുവുമായുള്ള ഇടപാട് ചെയ്തു തീർക്കുന്നത്? കാരണം നമുക്ക് ഒഴിവില്ലല്ലോ, എന്തൊക്കെ ചെയ്തു തീർക്കാണ്ട്. ഈ ഒരു ധാരണയിലാണല്ലോ നമ്മളൊക്കെ ഇബാദത്തിന്റെ കാര്യത്തിൽ ഇടപെടുത്ത് കഴിഞ്ഞിട്ട് വേണം വേഗം പോകാൻ, എത്ര സമയമാണിത് എന്നൊക്കെയുള്ള ഒരു പ്രത്യേകമായ മാനസികാവസ്ഥയിലാണ് നാം ഇതിനോട് ഇടപാട് നടത്തുന്നത് എന്നത് എത്ര ഗൗരവത്തിലാണ് നാം ഈ കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് എന്ന് നാം സൂചിപ്പിക്കുക, നാം ഒന്ന് ശ്രദ്ധിക്കണം എന്നുണർത്തുകയാണ് ഈ സന്ദർഭത്തിൽ. പ്രിയ സഹോദരന്മാരെ, എന്നാൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, അവനെന്നെ തൃപ്തിപ്പെടാൻ വേണ്ടിയാണ് ഇതെല്ലാം നൽകിയതിന് നന്ദി കാണിച്ചുകൊണ്ട് അവനെന്നെ തൃപ്തിപ്പെടണം എന്നൊരു ഉദ്ദേശമാണ് നമ്മുടെ ഇബാദത്തിലൂടെ നാം ലക്ഷ്യമാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നു, തറാഹും റുക്കാൻ വസുജ്ജദൻ. മനുഷ്യരിൽപ്പെട്ട ആ പ്രത്യേക വിഭാഗം അനുഗ്രഹീതരായ ആളുകളെ കാണാം, അവർ സുജൂദിൽ വീഴുന്നവർ, റുകൂയിൽ കിടക്കുന്നവർ, യബ്തഗൂന ഫളലം മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യവും പ്രത്യേക പദവിയും ആഗ്രഹിച്ചുകൊണ്ട്, പ്രത്യേകമായ അവന്റെ പദവികൾ ആഗ്രഹിച്ചുകൊണ്ട്, ഔദാര്യം ആഗ്രഹിച്ചുകൊണ്ട്, വഫളലം മിനല്ലാഹി വരിദ്വാന, അവന്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുക എന്നതാണ്. മരണപ്പെടുമ്പോൾ റാദിയത്തൻ മർദിയത്തൻ, അള്ളാഹു തൃപ്തിപ്പെട്ടവരായി, അവനെ തൃപ്തിപ്പെട്ടവരായി ഏറ്റവും വലിയ സ്വർഗത്തിൻ്റെ അർഹരായി തീരുന്ന ഭാഗ്യവാന്മാരുടെ സ്വഭാവം, വിശ്വാസം വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ റദീതു ബില്ലാഹി റബ്ബൻ, എന്നെ സൃഷ്ടിച്ച് വലുതാക്കി ഈ രൂപത്തിലാക്കി നിർത്തിയ റബ്ബിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഈ ആകൃതി, ആകാരം, ഈ രൂപം, ഈ അവസ്ഥ നൽകിയ റബ്ബിനെ ഞാൻ തൃപ്തിപ്പെട്ടു. റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ, ദീനിനെ, ഇസ്ലാമിനെ ദീനായി, സമർപ്പണത്തിൻ്റെ മാർഗം, റബ്ബിന് സമർപ്പിച്ച ജീവിത മാർഗത്തെ ഞാനിതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാം വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിലേക്ക് അയച്ച ദൂതനാണെന്ന്, അള്ളാഹു തെരഞ്ഞെടുത്ത ഉത്കൃഷ്ടനായ ദൂതനാണെന്ന് ഞാനിതാ ആ റസൂലിനെ അങ്ങേയറ്റം തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ 3 തൃപ്തിയുടെ അവസ്ഥ നേടിയവരായിരിക്കണം വിശ്വാസികൾ എന്ന് ഉണർത്തുകയാണ് പ്രിയ സഹോദരന്മാരെ. അതുകൊണ്ട് ഇബാദത്ത് നിർവഹിക്കേണ്ടത് അവൻ്റെ തൃപ്തിക്കാണ്, അവനോടുള്ള സ്നേഹാദരവിൻ്റെ ഭാഗമാണ്, അവനോടുള്ള അടുപ്പത്തിന് വേണ്ടിയാണ്.
അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ ഒരു നന്ദി കിട്ടിയിട്ട് വേണ്ട. നമ്മുടെ ഒരു ഇബാദത്തിൻ്റെ ആവശ്യവും അവനില്ല. പക്ഷേ നമ്മുടെ കാര്യത്തിന് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണത്, നമുക്ക് കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതെന്താണെന്ന് തുടർന്ന് നമുക്ക് പരിശോധിക്കാം. റബ്ബ് സുബ്ഹാനഹു തആല കാര്യങ്ങളെ യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് ഇബാദത്ത് കൃത്യമായി അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലെത്തുന്ന തരത്തിലുള്ള നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ റബ്ബിനെ പറ്റിയുള്ള തൃപ്തിയും സംതൃപ്തിയും രേഖപ്പെടുത്തുന്ന, അടയാളപ്പെടുത്തുന്ന കർമ്മങ്ങളായി നമ്മുടെ ആരാധനകൾ അള്ളാഹുവിന് കാണാൻ കഴിയുന്ന, അവൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ പറ്റിയ ഇബാദത്തായി നിർവഹിക്കാൻ റബ്ബ് സുബ്ഹാനഹു തആല അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.